ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ ദം ബിരിയാണി ആട്ടോ. അതും നമ്മളുടെ മലപ്പുറം സ്റ്റൈലിലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് നന്നായി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളുടെ മട്ടൻ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 3 വിസിലിന് വേവിച്ചെടുക്കാം കേട്ടോ. മട്ടൻ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ചില മട്ടൻ ഇളയതായിരിക്കും, അപ്പോൾ അധികം നമുക്ക് വേവിക്കേണ്ട ആവശ്യം വരില്ല. 1 or 2 വിസിൽ മതിയാവും. ഇതും അധികം മൂത്തതല്ല, അതുകൊണ്ട് തന്നെ 3 വിസിലിനാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. അതിന് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ഓയിലുകളൊന്നും ഉപയോഗിക്കില്ല, വെളിച്ചെണ്ണയിലാട്ടോ മുഴുവൻ ഉണ്ടാക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മളൊരു 1.5 കിലോ റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ മട്ടനും 1.5 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു വലിയതാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഉള്ളി മതി കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായി വഴന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ മട്ടൻ 3 വിസിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് നന്നായി നമുക്ക് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി നമ്മൾ ഇതിൽ പച്ചമുളക് ചേർത്ത കാരണം തന്നെ അധികം മുളക് പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നതാണ്. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഗരം മസാല അതേ നമുക്ക് കൂടുതലായി വേണ്ട, ഒരു ചെറുതായിട്ടൊരു സ്മെല്ലിന് വേണ്ടി മാത്രം കേട്ടോ. ഇനി അതിലേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു വലിയൊരു തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് പുതിന, മല്ലിച്ചപ്പ് ഇതൊക്കെ അരിഞ്ഞതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. അതുപോലെ ഇതിലത്തെ ഉപ്പ് നമുക്ക് പാകമാണോ നോക്കണം കേട്ടോ. മസാലയിലും റൈസിലും കറക്റ്റ് ആവണം നമുക്ക്. അപ്പോഴേ നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കാരണം നല്ല പാകത്തിന് ഉപ്പായാൽ മാത്രമേ, അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞ് നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. നന്നായി ഇത് വഴന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് കൂടി ഒഴിക്കാനുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ലോണം വഴന്നതിന് ശേഷം നമുക്ക് കുറച്ച് തൈര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, തക്കാളി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അധികം പുളിയുടെ ആവശ്യമില്ല. അതായത് കുറച്ചൊരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ മട്ടനായാലും ചിക്കനായാലും എന്തായാലും ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലതാട്ടോ തൈര്. തൈര് കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ തൈരിൻ്റെ ആ സ്മെല്ലൊക്കെ പോണ വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മളുടെ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനാട്ടോ. അത് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നമ്മളുടെ റൈസ് വേവിക്കെടുക്കാം കേട്ടോ. നമ്മൾ ഉപയോഗിക്കൽ റോസ് ബിരിയാണി അരി കേട്ടോ. ഇത് ഞാൻ വറ്റിച്ചെടുക്കുക ചെയ്യാറ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് വറ്റിച്ചെടുക്കണ കാര്യം. അതുകൊണ്ട് ഞാൻ റൈസ് വേവിക്കണതൊന്നും നമ്മൾ വീഡിയോ ഇടില്ല കേട്ടോ. പൊതുവെ എല്ലാവർക്കും അറിയണൊരു മെത്തേഡ് തന്നെയാണല്ലോ. നമ്മൾ എടുക്കണ അരിയുടെ ഇരട്ടി വെള്ളം വെച്ചിട്ട് വറ്റിച്ചെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ കഴുകിയിട്ട് നമുക്കിത് ഒന്ന് കുതിർക്കാൻ വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മെത്തേഡിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളത്തിൽ പട്ടയും ഗ്രാമ്പും നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ അരി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഈ റോസ് ബിരിയാണി അരി തന്നെ കേട്ടോ ഉപയോഗിക്കുക. ഇത് വേവിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് വെള്ളമായിട്ട് ഞാൻ എടുക്കാറില്ല കേട്ടോ. കുറച്ചിപ്പോൾ 2 പാത്രം അരി എന്നുണ്ടെങ്കിൽ 4 പാത്രം വെള്ളം എടുക്കാറില്ല. ഒരു
1:45 എടുക്കാറുള്ളൂ കേട്ടോ. അതാകുമ്പോഴേക്കും നമ്മളുടെ റൈസ് നല്ല കറക്റ്റായി വെന്ത് കിട്ടും കേട്ടോ. അധികം നേരം കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. വെള്ളം തിളയ്ക്കണ ആ ടൈം അത്ര മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മട്ടൻ കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കത് അധികം ഗ്രേവി ഇല്ലാതെ, എന്നാൽ ഗ്രേവി പറ്റി കുറവായിട്ടല്ലാതെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ദമ്മിടാം. നമ്മുടെ റൈസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഉടയാതെ. ഇനി നമുക്ക് ദമ്മിടാം. ഞാൻ കുറച്ച് റൈസ് മാറ്റി വെച്ചിരിക്കുക കേട്ടോ, നമുക്ക് മസാല ഇട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളുടെ മട്ടൻ്റെ മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കണലൊന്നും വെച്ചിട്ടൊന്നും ദമ്മിട്ട് സെറ്റ് ചെയ്യണമൊന്നുമില്ല കേട്ടോ, അതിനുള്ള സൗകര്യം നമുക്കില്ല. അപ്പം നമ്മളുടെ ഒരു രീതിക്കുള്ള ഇതിലാട്ടോ നമ്മൾ ദമ്മിട്ട് വെക്കണത്. അതെല്ലാ പ്രോസസ്സും കറക്റ്റ് ആയിട്ടൊന്നല്ല. നമ്മളത് അടച്ച് വെച്ചിട്ട് മുകളിൽ കുറച്ച് വെയിറ്റുള്ളൊരു സാധനം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക, അത്രേ ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളുടെ മസാലയൊക്കെ അതിലേക്ക് ഇട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് ഇനി നമ്മൾ മാറ്റി വെച്ചുള്ള റൈസ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയും പിന്നെ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് വറുത്തെടുത്തും നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റിൽ കൂടുതൽ നേരമൊന്നും നമുക്കിത് സ്റ്റൗ ഓണാക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ അധികം ഗ്രേവി ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെക്കുക, ആവി പോവാതെ നമുക്കതൊന്ന് വെയിറ്റ് മുകളിൽ വെക്കുമ്പോൾ തന്നെ അത് സെറ്റ് ആയിക്കോളും. അങ്ങനെയൊക്കെ നമ്മൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കിതൊരു 5 മിനിറ്റ് നേരം നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ ദം ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. മല്ലിച്ചപ്പും പുതിനൊന്നും നമ്മൾ വേറെ ഇടണില്ല, അല്ലേ നമ്മൾ മസാലയിൽ തന്നെ ഇട്ടുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ മൊത്തം ഉണ്ടാവും നമുക്ക്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സംഭവം ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് കമൻറ്റ് പറയാം. നമ്മളുടെ മട്ടനൊക്കെ നന്നായി വെന്തിട്ട് തന്നെ ഉണ്ട് കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് മസാലകളൊന്നും ഇല്ല കേട്ടോ അധികം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.